നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. आइए प्रार्थना के साथ इस बाइबल अध्ययन की हम शुरुआत करें। ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, വീണ്ടും ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ വാഴ്ത്തുന്നു. मेरे पिता मेरे प्रभु, एक और बार हम आपकी महिमा करते हैं। ഭയത്തോടെ മാത്രം തിരുവചനത്തോട് അടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. पूर्ण भय के साथ आपके वचन की गहराई को हम समझने पाए। ഞങ്ങളെ മക്കളും അവകാശികളും ആക്കി തീർത്ത ദൈവകൃപയ്ക്കായി നന്ദി. हमें जो है संतान बनाया और विरासत में दिया, इसके लिए धन्यवाद। എങ്കിലും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും പ്രകാശത്തിന്റെ പ്രകാശവുമായവനെ ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ വരികയാണ്. लेकिन प्रकाश के प्रकाश और ना आप पास आने वाले उस प्रकाश में रहने वाले पिता, हम आपके सन्निधि में आते അങ്ങ് हैं। സ്നേഹിക്കുന്ന ദൈവവും ദഹിപ്പിക്കുന്ന അഗ്നിയുമെന്ന് ഞങ്ങൾ അങ്ങയെ ഓർക്കുന്നു. आप प्रेम करने वाले पिता और भस्म करने वाली अग्नि है, ये हम जानते हैं। അങ്ങയുടെ വചനം പറയുവാൻ അടിയങ്ങളുടെ അധരങ്ങളെയും നാവുകളെയും അങ്ങ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കണേ. आपके वचन से सेवकाई करने के लिए हमारे अधरों को पवित्र करिएगा और साफ शुद्ध रखिएगा पिता। കേൾക്കുവാൻ അങ്ങയുടെ ജനത്തിന്റെ ചെവികളെ കാതുകളെ അങ്ങ് ശുദ്ധീകരിക്കണേ. और सुनने वाले आपके जन के कानों को आप पवित्र करिएगा, शुद्ध करिएगा। ഏറ്റെടുത്തു പോകുവാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ നിർമ്മലീകരിക്കണമേ. और हमारे हृदयों को पवित्र करिएगा ताकि हम उसको स्वीकार करें। യേശുവിന്റെ നാമത്തിൽ തന്നെ प्रभु यीशु मसीह के नाम से ആമേൻ. आमीन। പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. इन दिनों में हम पवित्र आत्मा के बारे में सीख रहे हैं। ആരംഭത്തിൽ നമ്മൾ പറഞ്ഞു ഭൂമിയുടെ സൃഷ്ടിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. शुरुआत के दिनों में हमने सृष्टि के समय से ही पवित्र आत्मा के कार्यों को हम देखते हैं। ഭൂമിയുടെ സംരക്ഷണത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. सृष्टि की देखभाल करने के लिए पवित्र आत्मा को हम देखते हैं। ആരംഭ യുഗങ്ങളിൽ മനുഷ്യനെ ഭക്തിയിൽ നടത്തേണ്ടതിന് മനസാക്ഷി യുഗത്തിൽ പരിശുദ്ധാത്മാവ് മനുഷ്യനെ നടത്തി. शुरुआत के दिनों में मनुष्य को विवेक में और अपनी इच्छा में चलाने के लिए पवित्र आत्मा के कार्य को देखते അന്ന് हैं। തന്നെ അനേക ഭക്തന്മാർ ലോകത്തിൽ വന്നു. उस समय अनेक धर्मी लोग पर इस संसार में हुआ करते थे। ഹാനോക്കിനെ കുറിച്ച് ബൈബിൾ എടുത്തു പറയുന്നു. हनोक के बारे में हम बाइबल में पाते हैं। യാരോദിനെ കുറിച്ച് ചരിത്രം പറയുന്നു. येरेद के बारे में हम बाइबल में पाते हैं। അസാമാന്യ ശക്തന്മാരും ഭക്തന്മാരുമായവരെ പരിശുദ്ധാത്മാവ് ഈ മണ്ണിൽ നടത്തി. ऐसे कई असाधारण वह मनुष्य है जिसको परमेश्वर ने अति सामर्थ्य के रूप से चलाया इस संसार തുടർന്ന് में। ന്യായപ്രമാണ യുഗത്തിൽ പരിശുദ്ധാത്മാവ് അനേകരെ ശക്തീകരിച്ചു. लेकिन व्यवस्था के समय में अनेक मनुष्यों को परमेश्वर ने अपने काम के इस्तेमाल के लिए उपयोग में लाया। ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ പുരോഹിതന്മാരാക്കി, ചിലരെ രാജാക്കന്മാരാക്കി, ചിലരെ യുദ്ധവീരന്മാരാക്കി. किन्हीं को राजा बनाए, किन्हीं को युद्ध वीर बनाए, किसी को भविष्यवक्ता बनाए, किसी को याजक बनाए। അവരെ ഒക്കെയും ദൈവം ആത്മാവ് നടത്തിക്കൊണ്ടിരുന്നു. इन सभी को पवित्र आत्मा आगे बढ़ाती रही। പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുന്ന ഒരു പ്രയോഗം, पुराने नियम में पवित्र आत्मा का महत्वपूर्ण कार्य യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. कि यहोवा की आत्मा उनके ऊपर आ बसी। ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. शिमशोन के ऊपर यहोवा की आत्मा उतरी। ഗിദെയോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. गिदयोन के ऊपर पवित्र आत्मा उतरी। വ്യത്യസ്ത വ്യക്തികളുടെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. अलग अलग लोगों के ऊपर पवित्र आत्मा उतरी അവർ പെട്ടെന്ന് ശക്തന്മാരായി. और वे तुरंत बल प्राप्त किए। ഒരുവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നാൽ എന്തെങ്കിലും ഒരു ക്രിയ പരിശുദ്ധാത്മാവ് ചെയ്യും. किसी के ऊपर जब आत्मा उतरती है तो एक क्रिया का होना हम देखते हैं। ആ ക്രിയ ചെയ്ത ശേഷം ആത്മാവ് പോകും. और वो काम खत्म होने के बाद वो आत्मा चली जाती എന്നാൽ है। പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. लेकिन नए नियम में ऐसा नहीं है। ആത്മാവ് ഒരുവനിൽ വന്നാൽ आत्मा अगर एक में आती है, ആത്മാവിനെ 3 അനുഭവങ്ങളിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. 3 പദപ്രയോഗങ്ങളിൽ കാണാം. आत्मा के 3 कार्यों को हम वहां पे पा सकते हैं। ഒന്ന്, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. എന്നിൽ ദൈവാത്മാവ്, നിങ്ങളിൽ ദൈവാത്മാവ്. पुराने में हम पाते हैं कि तुम्हारे अंदर बसी हुई मेरी आत्मा। എന്തിനാണ് ഈ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നത്? क्यों ये आत्मा भीतर वास करती है? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. जो जिस आत्मा ने प्रभु यीशु मसीह को मरे हुए में से जिलाया, उस आत्मा तुम्हारे भी मृत्यु के शरीर को जो है एक दिन जी उठाएगी। എന്റെ ശരീരത്തെ ഉയർപ്പിക്കുന്ന മെക്കാനിസമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് ഈ ആത്മാവെന്ന മെക്കാനിസം ദൈവം എന്റെ ഉള്ളിൽ വെച്ചു. और मेरे अंदर मेरे इस शरीर को जो है पुनर्जीवित करने की क्रिया हम पवित्र आत्मा में द्वारा पाते हैं। ആത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നു. इसलिए उस कारण से मेरा पवित्र आत्मा मेरे भीतर है। ഈ ആത്മാവ് എന്റെ ആത്മാവോട് ഞാൻ ദൈവത്തിന്റെ പൈതലെന്ന് എല്ലാ സമയവും സാക്ഷ്യം പറയും. और यही आत्मा मेरी आत्मा से हर समय यह गवाही देती है कि मैं परमेश्वर की संतान हूँ। ഒരു മനുഷ്യനിൽ മനുഷ്യന്റെ ആത്മാവുണ്ട്. एक व्यक्ति में इस मनुष्य की एक आत्मा होती है। ശരീരം, ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങളാണ് നമുക്കുള്ളത്. जिस प्रकार हम जानते हैं कि शरीर,
आत्मा और प्राण। ഈ ആത്മാവിലേക്ക് ദൈവാത്മാവ് വരുമ്പോൾ और जब इस आत्मा में परमेश्वर की आत्मा आती है, ആ ആത്മാവെന്നത് ഒരു കോംപ്ലക്സ് വാചകമാണ്. ദൈവാത്മാവും എൻ്റെ ആത്മാവും ഒരുമിച്ച് ചേർന്നത്. और ये जो वाक्य है, ये जो आत्मा एक संयुक्त मिश्रण है जिसमें हमारी आत्मा परमेश्वर की आत्मा एक साथ जुड़ जाती है। നമ്മുടെ ഭാഷയിൽ പല വാക്കുകളും പറയുവാൻ പദങ്ങൾ പോരാ, വാക്കുകൾ പോരാ. हमारी भाषाएं सीमित हैं इन सब चीजों को बताने के लिए। ഞാനൊരു ഉദാഹരണം ഓർക്കുന്നുണ്ട്. मैं एक उदाहरण याद ഏതാണ്ട് करता हूं। 40 വർഷങ്ങൾക്ക് മുൻപായിരിക്കാം, 45 വർഷങ്ങൾക്ക് മുൻപായിരിക്കാം, ടെക്ട്രോണിക്സിന്റെ ഫാക്ടറിയിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ചില മണിക്കൂറുകൾ ഞാൻ ഉണ്ടായിരുന്നു. मैं कुछ 40 साल पहले की बात है जब मैं इलेक्ट्रॉनिक्स की कंपनी में, जब मुझे एक ट्रेनिंग के रूप में वहां भेजा गया। അന്ന് ടെക്ട്രോണിക്സ് കമ്പനിയുടെ ഒരു സീനിയർ എഞ്ചിനീയർ പറഞ്ഞ ഒരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ടെക്ട്രോണിക്സിന്റെ ഒരു സ്ക്രീനിൽ 42,000 നിറങ്ങൾ കാണിക്കാം. और उस टेट्रॉनिक्स के फील्ड में जब मैं काम कर रहा था, वहाँ के एक अधिकारी ने मुझसे इस प्रकार के कहा कि उस टेट्रॉनिक्स के जो स्क्रीन में 42,000 से भी ज्यादा रंगों को हम पा सकते हैं। 42,000 നിറങ്ങളോ? 42,000 से भी ज्यादा रंग। അതിന്റെ പേരെന്താ? क्या उसका नाम क्या है? പേര് പറയാൻ നമ്മുടെ ഭാഷകളിൽ ഒന്നും വാക്കില്ല. नाम बताने के लिए हमारी भाषाएं सीमित हैं। കണ്ടാൽ എന്റെ കണ്ണുകൾക്കും തിരിച്ചറിയാനൊക്കത്തില്ല. और देखने के लिए भी हमारी आंखें उसको अलग अलग करके जान नहीं सकती। പക്ഷെ ടെക്ട്രോണിക്സ് കമ്പനിയുടെ സീനിയർ എഞ്ചിനീയർ പറയുകയാണ് 47,000 നിറങ്ങൾ ഇതെടുക്കും. लेकिन टेट्रॉनिक्स कंपनी के एक अधिकारी इस प्रकार कहते हैं कि वो 42,000 के रंगों को देख सकते, मतलब उस स्क्रीन में हम पा सकते हैं। ചുവപ്പിന്റെ തന്നെ 10-20 ഷെയ്ഡുകളെങ്കിലും നമുക്ക് കണ്ടാൽ മനസ്സിലാകും. लाल रंग का ही कम से कम 10 से भी ज्यादा अलग अलग शेड्स हम पा सकते हैं। പക്ഷെ അതെല്ലാം വിശദീകരിക്കുവാൻ നമുക്ക് വാക്കുകൾ പോരാ. लेकिन उस सब को बताने के लिए हमारी भाषाएं सीमित हैं। ചില കമ്പനികളുടെ പഞ്ചസാര വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അതിന് മധുരമുണ്ട്, വേറെ ചില കമ്പനികളുടെ പഞ്ചസാരയ്ക്ക് അതിനേക്കാൾ കൂടുതൽ മധുരമുണ്ട്. एक कंपनी के अगर आप शक्कर को लेके आएंगे और दूसरे कंपनी के एक शक्कर को लेके आएंगे, दोनों के स्वाद में भिन्नता है। ഈ രണ്ടിന്റെയും രുചികൾ തമ്മിൽ പറഞ്ഞു മനസ്സിലാക്കുവാനുള്ള കഴിവ് എൻ്റെ ഭാഷയ്ക്കില്ല. और उन दोनों के स्वाद को बयां करने के लिए मेरी भाषा सीमित है। ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കുവാൻ ഭാഷ എത്രയോ പരിമിതം. और इसी प्रकार आत्मा के बारे में बयान करने के लिए मेरी भाषाएं बहुत ही सीमित है। ആത്മമണ്ഡലം എന്നതിന് വിശാലമായ ഒരു അർത്ഥമുണ്ട്. आत्मिक मंडल इसका एक बहुत बड़े मात्रा में हम कह सकते हैं। ഒന്ന്, അതിലൊരു മനുഷ്യാത്മാവുണ്ട്. पहला, उसमें एक मनुष्य की आत्मा है। രണ്ട്, ദൈവാത്മാവ് മനുഷ്യാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. दूसरा, परमेश्वर की आत्मा मनुष्य की आत्मा के साथ मिश्रित होकर कार्य करती है। മൂന്ന്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ദുഷ്ടശരീരത്തിൽ വസിക്കുന്നതിനാൽ और इसलिए जो इच्छा मैं करना नहीं चाहता, ऐसे गलत इच्छाएं और मेरे अंदर की अच्छी इच्छाएं, പാപം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന വേറെ ചില ആത്മാക്കളും എൻ്റെ ഉള്ളിലുണ്ട്. और मेरे अंदर ऐसी भी आत्माएं हैं जो मुझे पाप करने की प्रेरणा देती है। ദൈവാത്മാവിനെ കുറിച്ച് തന്നെ തിരുവചനം പറയുമ്പോൾ परमेश्वर की आत्मा के बारे में जब वचन कहता है, ദൈവത്തിന്റെ 7 ആത്മാവുള്ളവൻ എന്ന് യേശുവിനെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം. प्रकाशित वाक्य में परमेश्वर की 7 आत्माओं को प्राप्त करने वाला प्रभु यीशु मसीह की आत्मा के बारे में हम पढ़ते हैं। ദൈവത്തിന് തന്നെ 7 ആത്മാക്കൾ പൂർണ്ണമായ ആത്മലോകത്തെ കാണിക്കുന്നതാണ്. ദൈവത്തിന്റെ പൂർണ്ണമായ ഒരു ആത്മലോകമുണ്ട്. और संसार के उसी जो है आत्मिक पूर्णता को वहां पे दर्शाता है वो 7 आत्माएं जिसको देखभाल करने वाले प्रभु यीशु അതെല്ലാം എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നുണ്ട്. और वो सारी आत्माएं मेरे भीतर भी कार्य करती है। പ്രാർത്ഥനയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. प्रार्थना में मुझे प्रेरणा देने वाली एक आत्मा है। ആരാധനയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. आराधना में प्रेरणा देने वाली एक आत्मा है। വെളിയിൽ പോയി സുവിശേഷം പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. बाहर जाके सेवकाई कर अंजाम देने की प्रेरणा देने वाला एक आत्मा है। മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും സഹായിപ്പാനും എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. दूसरे लोगों की सहायता करना, उनको मदद करना, उसको प्रेरणा देने वाली एक आत्मा है। ഇതെല്ലാം ദൈവാത്മാവാണ്. ये सारी परमेश्वर की आत्मा है। ഒരേ ദൈവാത്മാവിന്റെ വിവിധ ഏരിയകളാണ് ഇതൊക്കെയും. हर एक ही आत्मा का अलग अलग कार्यस्थल है। ദൈവാത്മാവും എൻ്റെ ആത്മാവും ചേർന്ന് ഏതൊക്കെ സമയം എന്തിനൊക്കെ പോകണം എന്ന് തീരുമാനിക്കും. परमेश्वर की आत्मा मेरी आत्मा के साथ मिलकर किस किस समय क्या क्या कार्यों को अंजाम देना बताती है। എൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. मेरे भीतर एक आत्मा है। എന്തിനാണ് ആ ആത്മാവ്? क्यों है ये आत्मा? ഒന്ന്, എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കേണ്ടത്. पहला, मुझे मरे हुए में से जिलाने के लिए। രണ്ട്, ഞാൻ ദൈവത്തിന്റെ പൈതലെന്ന് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കേണ്ടത്. दूसरा, इस बात की गवाही निरंतर मेरे आत्मा से करने के लिए कि मैं परमेश्वर की निज संतान हूँ। ബൈബിൾ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നിങ്ങളുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. परमेश्वर का वचन कहता है कि तुम परमेश्वर की संतान हो, यह आत्मा आत्मा से गवाही देती है। രണ്ട്, യേശു പറഞ്ഞു, എൻ്റെ ആത്മാവിനെ നിങ്ങളോട് കൂടെ വസിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. और दूसरा, प्रभु यीशु मसीह कहते हैं कि मैं अपनी आत्मा को तुम्हारे साथ निरंतर वास करने
करने के लिए देता हूँ അത് എന്നേക്കും നിങ്ങളോടുകൂടെ ഉണ്ട്. वो सदैव सर्वदा तुम्हारे साथ रहेगा। എന്തിനാണ് എന്നോട് കൂടെ ആത്മാവ്? क्यों मेरे साथ आत्मा? ഒന്ന്, ആത്മാവിന്റെ ഉള്ളിലുണ്ട്. पहला, आत्मा मेरे साथ है। രണ്ട്, ആത്മാ ഒന്നെന്റെ ഉള്ളിലുണ്ട്, രണ്ട് എന്നോട് കൂടെയുണ്ട്. दूसरा, जो आत्मा मेरे साथ है और दूसरा आत्मा मेरे भीतर है और मेरे साथ है। എന്തിനാണ് എന്നോട് കൂടെ വരുന്നത്? क्यों मेरे साथ आत्मा रहती है? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. यूहन्ना के सुसमाचार में हम पढ़ते हैं कि आत्मा तुम्हारे सभी सत्य का ज्ञात तुम्हें कराएगी। നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ആത്മാവ് तुम्हारे साथ रहने वाली നിങ്ങളെ आत्मा സകല സത്യത്തിലും വഴി നടത്തേണ്ടതിനാണ്. तुम्हें हर सत्य के मार्गों में चलाएगी। ചിലർ ചില സത്യങ്ങളിൽ മാത്രം നടക്കും. कुछ लोग कुछ सत्य के मार्गों को जानते അവർ हैं, രക്ഷിക്കപ്പെട്ടവരാണ്. वो उद्धार प्राप्त किए हैं, ദൈവിക സത്യമാണത്. परमेश्वर का सत्य वो जानते ആ हैं സത്യത്തിൽ അവർ നടക്കുന്നു. और उस सत्य में वो चलते हैं। എന്നാൽ വേറെ ചിലർ അടുത്ത സത്യത്തിലേക്ക് ഇറങ്ങും. लेकिन कुछ लोग अगले सत्य को जानकर आगे बढ़ते हैं രക്ഷിക്കപ്പെട്ട ശേഷം അവർ സ്നാനപ്പെടും. कि उद्धार प्राप्त करने के बाद उन्हें बपतिस्मा लेना വേറെ है। ചിലർ മൂന്നാമത്തെ സത്യത്തിലേക്ക് വരും. സ്നാനപ്പെട്ടവർ ആത്മാവിനെ പ്രാപിക്കും. और दूसरा अगले आगे के सत्य में जाते हैं कि बपतिस्मा के बाद उनको पवित्र आत्मा को प्राप्त करना है। ധരിക്കേണ്ട വസ്ത്രങ്ങൾ എന്ത് എന്ന് ആത്മാവ് പറഞ്ഞു തരും. और आत्मा यह भी उन्हें बताती है कि क्या क्या वस्त्र धारण करना है। ഉടുത്തൊരുങ്ങേണ്ടത് എങ്ങനെയെന്ന് ആത്മാവ് പറഞ്ഞു തരും. आत्मा यह भी उन्हें बताती है कि कैसे अपने आप को तैयार करके चलना है। ദൈവ അനുരൂപരാക്കി നമ്മെ മാറ്റേണ്ടതിന് परमेश्वर की इच्छा के अनुसार हमें बनाती है। സകല സത്യത്തിലും നടത്തുന്ന इस ആത്മാവ്. प्रकार सभी सत्य में हमें चलाने वाली है आत्मा। എന്റെ കൂടെയുള്ള ആത്മാവ് എന്നെ സകല സത്യത്തിലും നടത്തും. मेरे साथ जो आत्मा है वो सभी सारे सत्य के मार्गों में मुझे चलाती है। മൂന്ന്, എന്റെ മേൽ യഹോവയുടെ ആത്മാവുണ്ട്. और तीसरा, मेरे ऊपर परमेश्वर की आत्मा അത് है। പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. वो पुराने नियम में भी है, नए नियम में भी है। ഒരുവന്റെ മേൽ ആത്മാവ് വരുന്നതിനെ അഭിഷേകം എന്ന് നാം പൊതുവെ വിളിക്കും. एक व्यक्ति के ऊपर आत्मा उतरना, उसका नए नियम में हम अभिषेक के रूप में देखते हैं। എന്തിനാണ് എന്റെ മേൽ ആത്മാവ് വരുന്നത്? क्यों मेरे ऊपर आत्मा उतरती है? ഏതോ ഒരു കാര്യത്തിൽ എന്നെ ശക്തീകരിക്കുവാൻ, किन्हीं चीजों को अंजाम देने के लिए मेरे अंदर सामर्थ्य देती है, ഏതോ ഒരു കാര്യത്തിന് എന്നെ ബലപ്പെടുത്തുവാൻ. किन्हीं चीजों को मेरे अंदर करने की बल देती है। ഗിദെയോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. जिस प्रकार गिदोन के ऊपर परमेश्वर की आत्मा उतरी, അദ്ദേഹം കാഹളമെടുത്ത് ഊതി. उसने नरसिंगा लेकर फूका, ജനം യുദ്ധത്തിന് തയ്യാറായി. परमेश्वर के जन जो है युद्ध के लिए तैयार हुए ദൈവദൂതന്മാർ തനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. और परमेश्वर के दूतगण उनकी सहायता करने उतरे। മിദ്യാന്റെ പാളയത്തെ തോൽപ്പിച്ചുകൊണ്ട് ദൈവജനത്തിന് ദൈവം ജയം और കൊടുത്തു. मिद्यान की छावनी में उतरकर परमेश्वर ने उनको विजयी बनाया। ഹേയ് ഗിദെയോനെ, അങ്ങയുടെ മേൽ വന്ന ആത്മാവാണിത്. हे गिदोन, तुम्हारे ऊपर उतरे वाली वही आत्मा है। ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. शिमशोन के ऊपर आत्मा उतरी, അവൻ വേഗത്തിൽ ശക്തി പ്രാപിച്ചു. उसने तुरंत अपने भी अंदर बल प्राप्त അവൻ किया। സിംഹത്തെ വലിച്ചു കീറി, उसने सिंह को चीर फाड़ा, കരടിയെ വലിച്ചു കീറി. उसने भालू को चीर फाड़ा। ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ വന്നാൽ ശിംശോന് ചിലതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു. जब परमेश्वर की आत्मा शिमशोन के ऊपर उतरी, उसने कई ऐसे महान कार्यों को अंजाम दिया। അവനെ അകത്താക്കി പൂട്ടിയ പട്ടണത്തിന്റെ വാതിൽ കതകോടെ പറിച്ചെടുക്കുവാൻ അവന്റെ മേൽ വന്ന ആത്മാവിന് കഴിഞ്ഞു. जिस शहर ने उसको जो भीतर में बंद करके बांध के रखा था, उसके फाटकों को वो उखेड़ते हुए वो आगे चला गया। നമ്മുടെ മേലും യഹോവയുടെ ആത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും. हमारे ऊपर भी परमेश्वर की आत्मा अद्भुत कार्य करती है। ഈ മൂന്ന് രീതികളിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നുണ്ട്. इन सब तीन चीजों में पवित्र आत्मा ऐसे हमारे जीवन में कार्य करती है। അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അയച്ചു और തന്നത്. इसीलिए परमेश्वर की आत्मा हमारे ऊपर भेज दी गई। ഞാൻ അവിടെ ഒരു അല്പം കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നു. मैं यहाँ पे रुकने के लिए इच्छा रखता हूँ। യേശു ഒരിക്കൽ പറഞ്ഞു, एक बार प्रभु यीशु मसीह कहे പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകരാറുള്ളൂ, പഴയ തുരുത്തിയിൽ പകരത്തില്ല. कि नया दाखरस जो है नए मशकों में उंडेला जाता है, पुराने में नहीं। പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നാൽ തുരുത്തി പൊളിച്ചു കളയും. अगर नया दाखरस जो है पुरानी मशकों में डाला जाए तो वो मशकें टूट जाएंगी വീഞ്ഞും ഒഴുകിപ്പോകും. और दाखरस बह जाएगा। യേശു പറഞ്ഞു, പഴയ വസ്ത്രം പുതിയ തുണിയോട് ചേർത്താരും തുന്നാറില്ല. और नया वस्त्र भी पुराने वस्त्र के साथ नहीं जोड़ के सिला जाता। അവർ രണ്ടും കൂടെ ഒരുമിച്ച് തുന്നിയാൽ ചീന്തൽ വളരെ വലുതാകും. और अगर वो साथ में बुनी जाएंगी तो अलगाव अधिक हो जाएगा। ആത്മാവിന്റെ ഒരു പുതിയ പകർച്ച എന്റെ മേൽ തരണമെങ്കിൽ, अगर पवित्र आत्मा का एक मुझ पर अगर उंडेली जानी है तो എന്റെ ജീവിതം ഒന്ന് പുതുക്കിയെടുത്തേ तो മതിയാകും. हमारा जीवन में नवीनीकरण होना जरूरी है। ആത്മാവിനെ പകർന്നു വെക്കുവാനുള്ള പാത്രമാണ് എന്റെ മൺശരീരം. मेरा ये शरीर, मन रूपी शरीर जो है, आत्मा को प्राप्त करने वाला एक शरीर है। പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഇത് ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. अब पौलुस कहते हैं कि
इस महान जो है आत्मा को प्राप्त करने के लिए मेरे शरीर जो है मन रूपी शरीर को आप तैयार करिए ഈ पिता। മനുഷ്യ ശരീരത്തെ ശുദ്ധീകരിക്കാതെ ഇതിനകത്തൊരു ആത്മപകർച്ച നടക്കത്തില്ല. बिना इस शरीर को शुद्ध किए बगैर मैं उस आत्मा के बिदारी को नहीं अपने जीवन में प्राप्त कर പഴയ पाऊंगा। തുരുത്തിയിലേക്ക് പുതിയ വീഞ്ഞ് പകർന്നാൽ अगर पुराने मशकों में नई दाखरस को अगर उंडेला जाए, മറക്കരുത്, തുരുത്തി പൊളിഞ്ഞു പോകും. भूलिए मत कि वो मशकें टूट जाएंगी। തന്റെ ശിംശോൻ എന്ന മനുഷ്യനെ ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരട്ടെ. एक और बार मैं शिमशोन नामक व्यक्ति को आपके सामने रखना പഴയ चाहता हूँ। നിയമത്തിൽ ദൈവം ശക്തമായി ഉപയോഗിച്ച അപൂർവ വ്യക്തികളിൽ ഒരാളാണ് ശിംശോൻ. पुराने नियम में अति सामर्थ्य रूप में प्रयोग में आने वाला एक असाधारण मनुष्य, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ബലഹീനതകൾ ശരിയായും ക്രമീകരിക്കപ്പെടാതെ ആത്മപകർച്ച നടന്നു. उसने अपने शरीर उसने उसके शरीर में सही रीति से कार्यों को अंजाम देने के कारण उसके भी ऊपर पवित्र आत्मा उंडेली गई। അദ്ദേഹത്തിന്റെ തുരുത്തി പഴയതായിരുന്നു. उसका जो शरीर पुराना था, മറ്റൊരുത്തനെ കിട്ടാഞ്ഞതിനാൽ ദൈവം തന്റെ മേലൊരു പകർച്ച लेकिन പകർന്നു. कोई और उस समय ना मिलने के कारण उस व्यक्ति को परमेश्वर ने चुना अपने कार्यों को पूरा करने के लिए। അദ്ദേഹത്തിന്റെ പഴയ സ്വഭാവത്തിൽ, പഴയ ആത്മാവിൽ, പഴയ ശരീരത്തിൽ ഒരു തെറ്റായ ചിന്തയുണ്ട്. उसके पुराने व्यक्तित्व के पुराने स्वभाव में पुराने आचरण में एक परमेश्वर ने उसको चुना। അദ്ദേഹം വഴിയിൽ കണ്ട ഒരു പെൺകുട്ടിയോട് സ്നേഹത്തിലായി. लेकिन परमेश्वर वहां पे हम पाते हैं कि वो जो है रास्ते में एक स्त्री के साथ उसको एक मोह लगा। ആത്മാവിന്റെ ശക്തി തന്നെ ഇല്ലാഞ്ഞതിനാൽ താൻ ആ മോഹത്തിന് അടിമപ്പെട്ടു പോയി. आत्मा की शक्ति उस समय उसके साथ ना होने के कारण उसने उस स्त्री के प्रति उसकी एक गलत इच्छा അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. और उससे विवाह करने की इच्छा होगी। ശിംശോൻ വീട്ടിൽ വന്ന് തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ തിമ്നയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു, ഒരു ജാതികീയ പെൺകുട്ടി, അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. शिमशोन अपनी माता पिता के पास आके कहता है, मैंने तिम्ना में एक स्त्री को देखा, उस जाति की स्त्री के साथ मैं एक रिश्ता बनाना चाहता हूँ, विवाह करना चाहता തന്റെ हूँ। മാതാപിതാക്കൾ പറഞ്ഞു, അരുത്, നീ ഒരു യഹൂദനാണ്, നിനക്ക് ജാതികളുമായി സംസർഗം പാടില്ല. उसके माता पिता ने मना किया कि तू एक यहूदी है, तू जातियों के साथ ऐसा रिश्ता नहीं बना सकता। പക്ഷേ യഹോവയുടെ ആത്മാവ് അവന്റെ മേലുണ്ട്. लेकिन उस समय भी परमेश्वर की आत्मा उसके ऊपर है। അവൻ ഭയങ്കര ശക്തനാണ്. वो एक बहुत असाधारण मनुष्य है, പക്ഷെ പറഞ്ഞാ കേൾക്കുന്ന സ്വഭാവം അവനില്ല. लेकिन आज्ञा ना मानने की एक प्रेरणा उसके अंदर है। അവന്റെ പുറംകൂട്, അവന്റെ മൺശരീരം, അവന്റെ ആ പുറമേ ഉള്ളത് അനുസരണ സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ല. क्योंकि उसका बाहरी शरीर भी अभी तक जो है सांसारिक अवस्था में है, अभी भी उसको आज्ञा पालन करने की चेष्टा उसके अंदर नहीं है। അപ്പനും അമ്മയും പറഞ്ഞാൽ അവൻ അംഗീകരിക്കത്തില്ല. और माता पिता जो कहते हैं वो उसका पालन नहीं करता അവൻ है। പറഞ്ഞു, എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, ദാറ്റ്സ് ഇറ്റ്, എന്റെ കൂടെ വരിക, ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം. उसने यही कहा कि मैं उस स्त्री को चाहता हूं, तुम लोग सिर्फ मेरे साथ आओ, बस इतना ही काफी है। ഇവന്റെ കൂടെ പോയേ പറ്റൂ എന്ന് മാതാപിതാക്കൾക്ക് അറിയാം. और माता पिता यही जानते हैं कि उसके साथ जाना ही पड़ेगा, യവൻ പറഞ്ഞാ കേൾക്കുന്നതല്ല. क्योंकि ये बात नहीं मानता है। യഹോവയുടെ ആത്മാവ് ഉണ്ടെന്നുള്ളത് और സത്യമാണ്. यह सत्य है कि यहोवा की आत्मा उसके ऊपर है, പക്ഷെ ഇവന്റെ തുരുത്തി പഴയതാണ്, പാത്രം ക്രമീകരിക്കപ്പെട്ടതല്ല. लेकिन उसका मन रूपी शरीर, उसका जो उसका जो पात्र है वो पुराना है। അപ്പനും അമ്മയ്ക്കും അറിയാം, പറയുന്നത് കേട്ടില്ലെങ്കിൽ അവൻ എടുത്തോണ്ടങ്ങ് പോയാൽ, അല്ലെങ്കിൽ വലിച്ചോണ്ട് പോയാൽ കൂടെ പോയേ പറ്റൂ. माता पिता ये जानते हैं अगर ये बात नहीं माना वो हमें उठाकर ले जाएगा, അതുകൊണ്ട് അവർ കൂടെ പോയി. इसलिए वो भय के कारण उसके साथ ഒരു चले। പാപം ചെയ്യാൻ പോകുന്ന വഴി, एक पाप करने वाली जगह पर തേണ്ട വഴിയിൽ ഒരു സിംഹം അവനെതിരെ വന്നു. देखो उसके विपरीत एक सिंह आता है। അത് അവനെ ഓർമ്മിപ്പിച്ച് തിരിച്ചു വായിക്കാൻ വേണ്ടി ദൈവം അയച്ച സിംഹമാകാം. हो सकता है परमेश्वर उसको उसका गलती याद दिलाकर उसको वापस भेजने के लिए शायद परमेश्वर के द्वारा भेजा गया होगा वो सिंह। പക്ഷേ അവൻ ആ സിംഹത്തെ രണ്ടായി വലിച്ചു കീറി. लेकिन उसने उस सिंह को बीच से ही दो भाग करके चीर डाला അവനെ പാപത്തിലേക്ക് തന്നെ പോയി. और पाप की तरफ वो बढ़ता गया। വീണ്ടും വീണ്ടും ശിംശോൻ പാപത്തിൽ തുടർന്നു. और बार बार शिमशोन जो है पाप की तरफ गिरता गया യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നുകൊണ്ടിരുന്നു. और परमेश्वर की आत्मा उसके ऊपर उतरती रही। നിങ്ങൾക്കറിയാം, പക്ഷെ ഒരു ദിവസം അവന്റെ തുരുത്തി പൊളിഞ്ഞു. लेकिन एक दिन उसका मन रूपी शरीर टूट गया। ഫെലിസ്ത്യർ അവനെ പിടിച്ചുകെട്ടി. फलिश्ती उसको जो है बांध लिए അവന്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ചു. और उसकी आंखें दोनों फोड़ दी गई യഹോവയുടെ ശക്തി അവനെ വിട്ടുപോയി. और यहोवा की शक्ति उसके छोड़ चली गई। പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞു പകർന്നാൽ തുരുത്തി പൊളിക്കും. पुराने मशकों में नई दाखरस को उंडेला जाएगा तो वो मशकें टूट जाएगी। അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ തുരുത്തികളെ പുതുതാക്കുക. इसलिए प्रभु यीशु मसीह ने कहा कि अपने शरीर को नया करो, अपने मशकों को नया करो। യേശു തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. और इसीलिए इस प्रकार प्रभु यीशु मसीह अपने 12 चेलों को चुने। ആ 12 പേരെയും യേശു വിശുദ്ധിയിൽ നടത്തുവാൻ ശ്രമിച്ചു. और प्रभु यीशु मसीह ने उन 12 को पवित्रता में चलाने का निश्चय लिया। തന്റെ ഒടുവിലത്തെ അത്താഴത്തിന്റെ സമയമായി. अंतिम भोज का समय आया। 12 പേരുടെയും കാലുകളെ യേശു
യേശു उन കഴുകി. 12 चेलों के पैरों को प्रभु यीशु मसीह ने धोया। എങ്കിലും ഇസ്കരിയോത്ത യൂദ കഴുകപ്പെട്ടെങ്കിലും വിശുദ്ധീകരിക്കപ്പെട്ടില്ല. लेकिन यहूदा इस्करियोतिया हो सकता है उसको पैर धोया होगा, लेकिन उसका वो अभी तक साफ नहीं हुआ था। യേശു അവനെ പറഞ്ഞു വിട്ടു. അവൻ അന്തിമമായി കെട്ടിഞ്ഞാന്നു ചത്തു. അവന്റെ തുരുത്തി പൊളിഞ്ഞു. प्रभु यीशु मसीह ने उसको वहीं से विदा किया और आखिर हम जानते हैं कि वो जो है अपने आप को फांसी देकर वहीं पर आत्महत्या की। 11 ശിഷ്യന്മാരെ യേശു വീണ്ടും കണ്ടു. अब 11 चेलों को प्रभु यीशु मसीह दोबारा मिलते കഴിഞ്ഞ हैं। ദിവസം നമ്മൾ കണ്ടു യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ पिछले പറഞ്ഞു. दिनों में हमने सीखा कि प्रभु यीशु मसीह ने उन चेलों के ऊपर फूंका और अपनी आत्मा को दी। വീണ്ടും 40 രാപകലുകൾ അവരോട് സംസാരിച്ചു. और अगले 40 दिन प्रभु यीशु मसीह उनसे मिले। തന്റെ സാന്നിധ്യത്താലും വചനത്താലും അവരുടെ പാത്രങ്ങളെ പുതുതാക്കുവാൻ, തുരുത്തികളെ പുതുതാക്കുവാൻ ശ്രമിച്ചു. अपने सानिध्य से उनको जो है और शुद्ध करते रहे, पवित्र करते रहे। उनके मशकों को परमेश्वर प्रभु यीशु मसीह साफ और निर्मल शुद्ध करते रहे। ആ 11 പേരുമായി യേശു ഒലിവുമലയിൽ കയറി. और उन 11 के साथ जो है प्रभु यीशु मसीह जैतून के पहाड़ पर चढ़े। അവരോട് പറഞ്ഞു, ഇനി ഏറെ നാൾ കഴിയും മുൻപേ നിങ്ങൾക്ക് ആത്മാവിനാൽ അഭിഷേകം ലഭിക്കും. और अब ज्यादा समय नहीं है, कुछ दिनों बाद परमेश्वर की आत्मा से तुम परिपूर्ण होगे। ആ ആത്മാവ് സ്ഥിരമായി നിങ്ങളുടെ മേൽ നിൽക്കേണ്ടതിനാണ്. और वो आत्मा स्थिरता के साथ तुम्हारे ऊपर रहेगी। അതിനുവേണ്ടി നിങ്ങളുടെ പാത്രങ്ങൾ ഇനിയും ക്രമീകരിക്കപ്പെടണം. इसलिए तुम्हारे शरीर को, तुम्हारे मन रूपी पात्र को और तुम्हें शुद्ध करना है, सही നിങ്ങൾക്കൊരു करना है। കാത്തിരിപ്പ് ആവശ്യമാണ്. इसलिए तुम्हें बाट जो होना जरूरी है। അവിടുത്തെ കാത്തിരിപ്പ് ക്രമീകരണത്തിന്റെ സമയമാണ്. और यही बाट जो है ना अपने आप को सुधारने का समय है। നിങ്ങൾക്കൊരു ക്രമീകരണം ആവശ്യമാണ്. एक सुधार तुम्हारे जीवन में जरूरी है। അങ്ങനെ അവരെ ശുദ്ധീകരിക്കേണ്ടതിനു വേണ്ടി അവർ 10 ദിവസം കാത്തിരുന്നു. और उस सुधार को प्राप्त करने के लिए, अपने जीवन में सही करने के लिए वो 10 दिन बाद ക്രമീകരണങ്ങൾ പൂർത്തിയായതോടെ सुधार प्राप्त करने के बाद പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടായി. एक बड़ी आंधी सी सनसनाहट का शब्द उन्होंने सुना। പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. पवित्र आत्मा उनके ऊपर आ उतरी। എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. सभी लोग पवित्र आत्मा में അവരുടെ भर മേൽ गए। ആത്മാവ് സ്ഥിരമായി और വസിച്ചു. उस दिन से उनके ऊपर पवित्र आत्मा स्थिरता के साथ അവരുടെ बैठी। ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. उनके ऊपर पवित्र आत्मा है। അവരോട് കൂടെ പരിശുദ്ധാത്മാവുണ്ട്. उनके साथ पवित्र आत्मा है। അവരുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. उनके भीतर पवित्र आत्मा ഈ है। പരിശുദ്ധാത്മാവ് അവരെ और നയിക്കുകയാണ്. यही पवित्र आत्मा उनको अगुवाई देती है। ഒരു പ്രാവശ്യം കൂടെ, എന്തിനാണ് അവരുടെ മേൽ ആത്മാവുള്ളത്, എന്തിനാണ് അവരുടെ ഉള്ളിൽ ആത്മാവുള്ളത്? पहला, क्यों उनके भीतर पवित्र आत्मा है? യേശുവിന്റെ മടങ്ങിവരവിൽ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് അവരെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്. क्योंकि जो जिस आत्मा ने प्रभु यीशु मसीह को मरे हुए में से जिलाया था, उनके मृतक शरीरों को जिलाने के लिए वो आत्मा उनके भीतर आई। അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വന്നവരോട് പറയുകയാണ്, प्रेरित लोग जो उनके उपदेश को सुनकर उनके नजदीक आए थे, उनसे प्रभु प्रेरित पौलुस पतरस कहते हैं കർത്താവായ യേശു മടങ്ങി വരും. कि प्रभु यीशु मसीह एक दिन आएंगे। യോഹന്നാൻ പറഞ്ഞു, അവനെ പോലെ നാമും ആകേണ്ടവരാണ്. और यूहन्ना कहता है उनके समान हम होने पाए। അവന്റെ കാഹളം ധ്വനിക്കുമ്പോൾ जब उसके तुरही का शब्द फूका जाएगा, നിങ്ങൾ അവൻ അനുരൂപരായി तुम മാറും. उसके समान हो जाओगे। പത്രോസ് പറഞ്ഞു, ഇന്നുള്ളത് മാറും, യേശു മടങ്ങി വരും. पतरस कहता है अब जो तुम देख रहे हो वो बदल जाएगा, प्रभु यीशु मसीह आएंगे അന്ന് നിങ്ങളും और ഉയർത്തെഴുന്നേൽക്കും. उस दिन तुम जिलाए जाओगे। പൗലോസ് പറഞ്ഞു, കർത്താവ് തൻ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഗംഭീരനാദത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും. पौलुस कहते हैं कि एक बड़े ललकार के साथ, प्रधान दूत के शब्द के साथ, उस नरसिंगे के शब्द के साथ प्रभु यीशु मसीह आएंगे। ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. और जो मसीह में मरे हैं वो पहले जी उठेंगे। എങ്ങനെയാണ് ഉയർക്കുന്നത്? कैसे जी उठेंगे? നമ്മുടെ അകത്ത മെക്കാനിസം വെച്ചിട്ടുണ്ട്. क्योंकि हमारे भीतर आत्मा ने उस मैकेनिज्म को डाल दिया है। 2, നമ്മോട് കൂടെ ആത്മാവ് നടക്കുകയാണ്. दूसरा, पवित्र आत्मा हमारे साथ चलती है। ഓരോ ദിവസവും ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, സകല സത്യങ്ങളിലേക്കും നടത്തുവാൻ हर एक दिन पवित्रता से पवित्रता की और जय की ओर पवित्र आत्मा हमें अगुवाई देती है। നാം എന്നും രൂപാന്തരം പ്രാപിക്കുകയാണ്. और हर दिन हमारे भीतर एक रूपांतरण होते रहता ഒടുവിൽ है। നാം അവനെ പോലെ ആകേണ്ടത്. और आखिर में हम उसी के समान हो जाते हैं। അദ്ദേഹത്തിന് ക്രിസ്തുവിന് അനുരൂപരായി മാറുവാൻ. और उसके लिए प्रभु यीशु मसीह के समान बनने के लिए। 3, നമ്മുടെ മേൽ ആത്മാവ്. और तीसरा, हमारे ऊपर അവിടെയും आत्मा। ഇവിടെയും അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന്, यहाँ और वहाँ पे अद्भुत काम करने के ചില लिए, വലിയ ദൈവിക വിടുതലുകൾ ജനത്തിന് നടത്തി കൊടുക്കേണ്ടതിന്, किन्हीं ऐसे अनोखे सामर्थ्य के कार्यों को अंजाम देने के लिए, ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ ശാസിക്കേണ്ടതിന്, संसार में व्यापरित अंधकार की शक्तियों को डांटने और उसको बंधित करने के लिए, ആത്മീക ഭാഷയിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടിക്കളയേണ്ടതിന്, आत्मिक भाषा में सांप और बिच्छुओं को रौंदने के लिए നമ്മുടെ മേൽ ഒരാത്മാവുണ്ട്. हमारे ऊपर एक आत्मा നമ്മുടെ है। മേലിൽ ഈ ആത്മാവ് ഇല്ലെങ്കിൽ നാം പലപ്പോഴും പരാജയപ്പെടും. अगर हमारे ऊपर यह आत्मा ना हो तो हम
पराजित हो सकते हैं, പരീക്ഷകളുടെ മുമ്പിൽ നാം തോറ്റുപോകും, परीक्षाओं के मध्य में विफल हो सकते हैं, നമ്മുടെ മുൻപിൽ വരുന്ന ടെംപ്റ്റേഷനിൽ നാം പരാജയപ്പെടും, हमारे सामने आने वाले प्रलोभन से हम गिर सकते हैं, നാം പാപത്തിൽ വീണുപോകും, हम पाप में गिर सकते हैं, നമ്മുടെ നാവുകളുടെ കൺട്രോൾ നമുക്ക് നഷ്ടമായി നാം അരുതാത്തത് സംസാരിക്കും, हमारे अधरों से लगाम छूट सकती हैं, जो हमें बातें नहीं करनी चाहिए वो हम कर सकते हैं, നമ്മുടെ കൈകളുടെ ശക്തി നമുക്ക് നഷ്ടപ്പെടും, നാം അരുതാത്തത് ചെയ്യും, हमारे हाथों की सामर्थ नष्ट हो सकती है, जो कार्य हमें नहीं करना चाहिए उन कार्यों को हो सकता है हमारे माध्यम से हो जाए, കണ്ണുകളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടും, അരുതാത്തത് നോക്കും, हमारे आंखों का नियंत्रण हमसे खो सकता है, जहां नहीं देखना है हम देख सकते हैं, നമ്മുടെ ചെവിയുടെ മേലുള്ള നിയന്ത്രണം പോകും, അരുതാത്തത് ശ്രദ്ധിക്കും, हमारे कानों का नियंत्रण खो सकता है, जहां हमें ध्यान नहीं देना है वहां पे ध्यान चला जाता है, നമ്മുടെ വഴിയുടെ മേൽ കാലിന്റെ മേലുള്ള നിയന്ത്രണം പോകും, നാം അരുതാത്ത ഇടങ്ങളിൽ പോകും, हमारे राहों से नियंत्रण छूट जाएगा और हम भटक सकते हैं, നമ്മോട് കൂടെ നടക്കുന്ന ആത്മാവിനായി സ്തോത്രം, हमारे साथ चलने वाले आत्मा के लिए धन्यवाद, നമ്മുടെ പാത്രം പുതുതാകുന്നില്ലെങ്കിൽ अगर हमारा पात्र नया ना हो तो മറക്കരുത്, ഒരു അഭിഷേകം വന്നാൽ അഭിഷേകം പാത്രത്തെ പൊളിച്ചു കളയും, ये मत भूलिएगा, अगर अभिषेक आपके ऊपर आए तो आपके मन रूपी पात्र को वो तोड़ देगा, സഭയിലേക്ക് ആത്മാവിനെ പകരുന്നതിന് മുന്നമേ अगर कलीसिया में आत्मा को उंडेलने से पहले ദൈവസഭയ്ക്ക് ഒരു രൂപീകരണം കൊടുക്കുവാൻ, ഒരു വ്യത്യാസം കൊടുക്കുവാൻ ഒക്കെ കർത്താവ് ആഗ്രഹിക്കുന്നു, परमेश्वर ये आग्रह करता है, उस कलीसिया में एक रूपांतरण, एक नवीनीकरण परमेश्वर आग्रह करता है, അതെല്ലാം ദൈവാത്മാവിനാൽ തന്നെയാണ്, वो सब परमेश्वर की आत्मा से ही होता है, ആത്മാവിന്റെ വ്യത്യസ്ത ലെവലുകളാണത്. आत्मा के अलग अलग स्तर हैं वो, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ पहला जो है यूहन्ना की सुसमाचार उसके 6:44 में हम पढ़ते हैं യേശു പറഞ്ഞു, പിതാവ് ആകർഷിക്കാതെ ആരും പിതാവിന്റെ അടുക്കൽ कि വരുന്നില്ല. जब तक प्रभु परमेश्वर नहीं चाहेगा तब तक कोई भी उसके पास नहीं आ सकता है, നമ്മെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. हमें जो है परमेश्वर के रूप के पास आकर्षित करने वाली पवित्र आत्मा है, ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ചിലരുടെ ഹൃദയത്തിൽ ദൈവത്തിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു ആകർഷണമുണ്ട്. परमेश्वर के वचन को सुनने के बाद परमेश्वर के समीप जाने की एक आकर्षण उनके भीतर होने लगती है, നമ്മെ ഈ ആകർഷണ വലയത്തിൽ എത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. हमें इस आकर्षण के जहाल में फंसाने वाला है पवित्र आत्मा। 1 കൊരിന്ത്യർ 12-ാമത്തെ വാക്യം പറഞ്ഞു, യേശുവിനെ ദൈവപുത്രനെന്ന് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. पहले कुरिन्थियों उसके 12:3 में हम पढ़ते हैं कि अगर प्रभु यीशु मसीह परमेश्वर की संतान है, इसका अंगीकार करने के लिए, വേറൊരു ഭാഷയിൽ യഥാർത്ഥത്തിൽ നാം യേശുവിനെ ഏറ്റുകൊള്ളണമെങ്കിൽ ആത്മാവിന്റെ ക്രിയ വേണം. दूसरे शब्दों में प्रभु यीशु मसीह का अंगीकार करने के लिए हमें पवित्र आत्मा का कार्य का ഒന്ന് जरूरी है। പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നു. पहला पवित्र आत्मा हमें परमेश्वर के प्रति आकर्षित करती है, 2 നാം യേശുവിന് വേണ്ടി ജീവിക്കുവാൻ പ്രതിഷ്ഠ എടുക്കുന്നു. और दूसरा प्रभु यीशु मसीह के लिए जीने के लिए हम समर्पित करते 3 हैं। റോമാലേഖനം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ तीसरा जो है रोमियो की पत्री उसके 8:16 में, ഞാൻ ദൈവത്തിന്റെ പൈതലെന്ന് ആത്മാവ് താനും എന്റെ ആത്മാവോട് സ്ഥിരം സാക്ഷ്യം मैं പറഞ്ഞുകൊണ്ടിരിക്കുന്നു. परमेश्वर की संतान हूँ, मेरी आत्मा अब आत्मा से जो है गवाही देती है, അങ്ങനെ ഞാൻ ഒരു ആത്മീയനായി, ഒരു ദൈവ പൈതലായി. और इस प्रकार मैं एक आत्मिक रूप में परमेश्वर की संतान बन जाता हूँ। റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ रोमियो की पत्री उसके 12वें अध्याय के पहले और दूसरे वाक्यों में, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി സമർപ്പിക്കുക, നാം വിശുദ്ധിയുള്ളവരാകുവാൻ ആത്മാവ് നമ്മെ കൊണ്ടു നടത്തുന്നു. अपने शरीर को जीवता, पवित्र और परमेश्वर को भावता हुआ बलिदान चढ़ाओ, यही आत्मिक सेवा है। റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും ഇത് തന്നെ പറയുന്നു, നാം വിശുദ്ധിയുള്ളവരായി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ആത്മാവ് നമ്മെ നടത്തുന്നു. 8-26 മുതൽ 30 വരെ. रोमी 8 का 26 से 30 तक हम इन्हीं आयतों को पढ़ते हैं कि किस प्रकार पवित्रता से परमेश्वर हमें आगे, परमेश्वर की आत्मा हमें आगे बढ़ाती है। ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ फिलिपियों की पत्री उसके 2:12 और 16 में, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ആത്മാവാണ് തിരുവുള്ളമുണ്ടായി നിങ്ങളിൽ ചെയ്യുന്നത്. फिलिपियों की पत्री उसके 2:12 में हम इस प्रकार पढ़ते हैं कि सदा से आज्ञा मानते जाओ और केवल मेरे साथ रहते हुए, विशेषकर मेरे दूर रहने से डरते कांपते हुए अपने उद्धार का कार्य को पूर्ण करते जाओ, और जिसने अपनी स्वेच्छा निमित्त तुम्हारे मन में इच्छा और काम दोनों बातों को करने का प्रभाव डाला है। നല്ല കാര്യം ചെയ്യുവാൻ ഒരു ഇച്ഛ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. अच्छे कार्यों को करने की एक इच्छा पवित्र आत्मा देती है, ദുഷ്ടകാര്യം ചെയ്യുവാനുള്ള ഇച്ഛ പിശാചി തരും. और गलत काम को करने की इच्छा दुरात्मा देती ഒരു है। കൊച്ചു ഉദാഹരണം ഞാൻ ഓർപ്പിക്കട്ടെ. एक छोटा उदाहरण आपके सामने रखना चाहता हूँ। എനിക്കിന്ന് ഒരു കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്. मान लीजिए मुझे बहुत जरूरी से पैसे की जरूरत पड़ गई, ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ 1000 രൂപ ആരും കാണാതെ ആ വീട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. और मैंने देखा जब मैं घर में गया 1000 रुपए
वहां पे पड़ा है। എന്നെ ശ്രദ്ധിക്കുന്നവരാരുമില്ല. अब मुझे ध्यान देने वाला कोई नहीं ഞാൻ है। ഈ പണം എടുത്തുകൊണ്ടുപോയാൽ ഞാനാണ് എടുത്തതെന്ന് ആരും അറിയാൻ സാധ്യതയില്ല. अगर मैं इस पैसे को लेता हूं तो कोई भी मुझ पे शंका नहीं करेगा कि मैंने इस पैसे को लिया ഒരു है। ദുഷ്ടയാത്മാവ് എന്നോട് പറയും, എടുത്തോ, ഇപ്പത്താണ് പണം എടുക്കേണ്ടത്. और एक दुरात्मा मेरे अंदर ये कहती रहेगी तू तुरंत उस पैसे को ले ले। പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയും, അരുത്, നീ സത്യവാനായി ജീവിക്കണം. लेकिन परमेश्वर की आत्मा मेरे अंदर कहती रहेगी नहीं, तो ऐसा मत कर, हमेशा एक सच्चाई से अपना जीवन जी। മനുഷ്യന്റെ ആത്മമണ്ഡലം കോംപ്ലക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. मनुष्य का आत्मिक मंडल बहुत ही संयुक्त है। ഒരു ദുരാത്മാവ് എന്നോട് പറയും, നീ അത് മോഷ്ടിക്കണം. एक दुरात्मा कहती है कि तू चोरी कर, എനിക്ക് മോഷ്ടിക്കുവാനുള്ള ഇച്ഛ. और गलत काम करने की एक इच्छा। പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയും, അരുത്, लेकिन परमेश्वर की आत्मा मुझसे कहती है नहीं, ऐसा നന്മ नहीं, ചെയ്യുവാനുള്ള ഇച്ഛ. भलाई करने की एक इच्छा। ഇച്ഛ നിങ്ങൾക്ക് തരുന്നത്, നല്ല ഇച്ഛ നിങ്ങൾക്ക് തരുന്നത് ദൈവാത്മാവാ. एक अच्छी इच्छा के प्रेरणा आपके भीतर पवित्र आत्मा देती है। ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ആത്മാവിന്റെ പണിയാണ്. इच्छा करना, उसका पूर्ण करना, उसकी प्रेरणा पवित्र आत्मा आपको देती है। പക്ഷെ എന്റെ ശരീരത്തെ ഞാൻ ദൈവാത്മാവിന് വിധേയപ്പെടുത്തണം. लेकिन मैं उसके लिए मुझे अपने शरीर को परमेश्वर की आत्मा के लिए समर्पित करना എന്റെ है, ജീവിതത്തിൽ ദൈവാത്മാവിന്റെ ഇച്ഛയും അതിന്റെ പ്രവർത്തനവും ഞാൻ അനുഷ്ഠിക്കണം. और उसके लिए मेरे इच्छाओं को पवित्र आत्मा के हाथों में समर्पित करना है। എഫെസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, इफिसियों की पत्री उसके 5वें अध्याय के पहले आयतों को अगर हम पढ़ेंगे, ആകയാൽ പ്രിയ മക്കളെന്നതുപോലെ ദൈവത്തെ സേവിക്കണം. इसलिए अब प्रिय बच्चों के समान तुम परमेश्वर की सेवा करो, प्रिय बालकों के समान परमेश्वर की सेवा करो। ഞാൻ എന്താണ് വിശദീകരിക്കുന്നത്? इसमें यहाँ क्या बताना चाहता हूँ? ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ മേൽ സ്ഥിരമായി പുതിയ നിയമത്തിൽ ദൈവം തരുന്നു. जब नए नियम में पवित्र आत्मा को हमारे नए शरीर में जब परमेश्वर की आत्मा उंडेल दी പക്ഷേ എന്റെ जाती है, ശരീരം പുതുതായെങ്കിലേ മതിയാകൂ. लेकिन उसके लिए मेरा शरीर का नवीनीकरण या नया होना जरूरी എന്റെ है। പാത്രം, എന്റെ തുരുത്തി പുതുതാകണം. मेरा मन रूपी शरीर उसको नया होना जरूरी അതിനുവേണ്ടി है, ദൈവാത്മാവ് എന്നെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുന്നു. और उसके लिए पवित्र आत्मा परमेश्वर की तरफ मुझे आकर्षित करती है, ദൈവാത്മാവ് എന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവപൈതലായി ഉറപ്പിക്കുന്നു. और परमेश्वर की आत्मा मुझे परमेश्वर की संतान होने का बोध मुझे देती है, ഞാൻ ദൈവത്തിന്റെ മകൻ എന്ന ബോധം എപ്പോഴും എനിക്ക് തരുന്നു. और हमेशा परमेश्वर के बालक का वो बोध मुझे निरंतर पवित्र आत्मा देती रहती है। ക്രിസ്തുവിന് അനുരൂപമാകുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. मसीह के समान बनने की एक इच्छा परमेश्वर की आत्मा मुझे पवित्र आत्मा നല്ല देती है, ഇച്ഛകളെ ഓരോന്നോരോന്നായി എന്റെ മേൽ അയക്കുന്നു. और सुइच्छा को परमेश्वर की आत्मा मेरे सामने निरंतर रखती रहती है। എഫെസ്യർ 1 വരുമ്പോഴത്തേക്ക് ഞാൻ പ്രിയ മകനായി മാറുന്നു. और इफिसियों के 5:1 में एक प्रिय बालक के समान मुझे बनाती है। മറക്കരുത്, ദൈവത്തിന് മക്കളും പ്രിയ മക്കളുമുണ്ട്. आप यह मत भूलिएगा, परमेश्वर को बालक और प्रिय बालक दोनों रहते हैं। പലർക്കും പ്രിയ മക്കളും ദ്വേഷിക്കുന്ന മക്കളും അപ്രിയ മക്കളുമുണ്ട്. कुछ लोगों को बालक, प्रिय बालक, द्वेष करने वाला बालक और ऐसे अनेक रहते हैं। മുടിയൻ പുത്രൻ അപ്പനെ വിട്ട് അകലെയായിരുന്നപ്പോഴും അപ്പന്റെ മകൻ തന്നെയാണ്. उड़ाऊ पुत्र जब अपने पिता से दूर था तब भी वो अपने पिता का चहेता പക്ഷേ बालक അവന്റെ था, സംസർഗം അപ്പനോടുകൂടെ അല്ല. लेकिन उस समय उसकी संगति उसकी बुरी थी। അവൻ ദൂരദേശത്തെ പൗരന്റെ വയലിലാണ്. वो जो है एक गलत दूसरे देश में किसी और के अधीन में काम कर रहा था, അപ്പന്റെ കൾച്ചറിലല്ല, अपने पिता की संगति में, कल्चर में അവൻ नहीं था, പന്നികളുടെ കൾച്ചറിലാണ്. वो सूरों के मध्य में था। ഇന്ന് ഒരു പ്രിയ മകനായി നമ്മെ മാറ്റട്ടെ. आज हम एक परमेश्वर के प्रिय बालक का संतान बनने पाए। മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവായ യേശു പറയുന്ന ചില പദങ്ങളുണ്ട്. मत्ती रचित सुसमाचार उसके 7वें अध्याय में हम पाते हैं, അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ उसके 21 के आयतों को हम पढ़ेंगे। എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യം मुझसे അവകാശമാക്കുന്നത്. परमेश्वर परमेश्वर कहने वाले लोग ही परमेश्वर के राज्य के वारिस नहीं बनेंगे, लेकिन परमेश्वर की इच्छा को पूरा करने वाले वे ही परमेश्वर के राज्य के वारिस बनेंगे, നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാകണം. कि हम परमेश्वर की इच्छा को पूरा करने वाले बने। 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, दूसरे कुरिन्ती उसके जो है 5वें अध्याय में हम पाते हैं, 5 के 17 में हम पाते हैं ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. कि अगर जो मसीह में है वो एक नई सृष्टि बनता है, എന്നെ ഒരു പുതു സൃഷ്ടിയാക്കി കർത്താവ് മാറ്റി. हमें एक नई सृष्टि के समान परमेश्वर बनाता है। അങ്ങനെ കൊലോസ്യ ലേഖനം 3-ലേക്ക് വരുമ്പോൾ, इसी प्रकार कुलुस्सियों के उसके 3 अध्याय में हम आते हैं, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം മുതലായത് ഉപേക്ഷിക്കുക. इसलिए दुसंगति, गलत इच्छाएं, ये सारी चीजें हमें दूर रखनी है। അതെന്തിനാണ്? क्यों है ये? എന്നെ ഒരു പുതിയ പാത്രമാക്കുവാൻ, ताकि मैं एक नया पात्र बनूं, എന്റെ തുരുത്തി ക്രമീകരിക്കപ്പെടുവാൻ. मेरा मन शरीर नया होने पाए। പിതാവായ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് നോക്കുകയാണ്, और जब पिता परमेश्वर स्वर्ग से मुझे देखेंगे ഞാൻ ആരുടെ മേൽ എന്റെ ആത്മാവിനെ പകരണം, कि मैं किसके ऊपर अपनी आत्मा उंडेलूं, ഏതു വ്യക്തിയുടെ മേൽ എന്റെ ആത്മാവിനെ പകരണം. किस व्यक्ति के ऊपर मैं अपनी आत्मा उंडेलूं। എന്റെ പുത്രന്റെ നാമത്തെ ഉയർത്തി സ്ഥാപിക്കുവാൻ मेरे
पुत्र के महिमा को बढ़ाने के लिए ഞാൻ ആരുടെ മേൽ എൻ്റെ ആത്മാവിനെ मैं പകരണം? किसके ऊपर अपनी आत्मा को ढेलूं? തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവരുടെ മേൽ തന്റെ ആത്മാവിനെ പകർന്ന് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുകയാണ്. यहोवा की आत्मा संसार में जो है एकाग्रता से देखने वालों के ऊपर घूमती रहती है कि किसके ऊपर वो अपनी आत्मा उंडेले। ഇന്ന് നമ്മളിൽ ഒരാളിനെ കാണുമോ? क्या हम में से कोई एक व्यक्ति वो बन सकता കണ്ടാൽ है ആത്മാവിന്റെ ശക്തിയോടെ എന്റെ മേൽ അയക്കും. ताकि वो परमेश्वर की आत्मा हमारे ऊपर उंडेल नहीं पाए? എന്റെ ഉള്ളിൽ ദൈവാത്മാവുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. मेरे भीतर पवित्र आत्मा है, मैंने उद्धार प्राप्त किया है। എന്നോട് കൂടെ ദൈവാത്മാവുണ്ട്, എന്നും എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. मेरे साथ परमेश्वर की आत्मा है, निरंतर मुझे अगुवाई देती है। എന്നേക്കും എന്റെ മേലും എന്നോട് കൂടെയും ഇരിക്കേണ്ടതിന് ആത്മാവിനെ എന്റെ മേൽ അയച്ചു തരുവാൻ ഞാനൊരു വിശുദ്ധ പാത്രമാകേ. निरंतर मेरे भीतर मेरे साथ चलने के लिए उस पवित्र आत्मा को मेरे ऊपर उंडेलने के लिए एक पवित्र पात्र मैं निरंतर बनने പഴയ पाऊं। നിയമത്തിൽ ആത്മാവ് വന്നു പോയി. पुराने नियम में पवित्र आत्मा आई और चली गई, കൊള്ളാവുന്ന പാത്രങ്ങളെ ശക്തീകരിച്ചു, കൊള്ളരുതാത്ത പാത്രങ്ങളെ പൊളിച്ചു. और जो पात्र अच्छे थे उनको और सामर्थ्य बनाया, जो अच्छे नहीं थे उनको नष्ट किया। ഈ ആത്മാവ് അനേകരെ പണിതു വലുതാക്കി. और यही आत्मा अनेकों को बुनाता गया, आगे बढ़ाता गया। പ്രവാചകനാകുന്ന ശമൂവേലിനെ ഈ ആത്മാവാണ് വളർത്തിയത്. और भविष्यवक्ता शमूएल को यही आत्मा आगे बढ़ाती रही। മുലകുടി മാറിയ പരുവത്തിൽ ഒന്നും ഏതുമില്ലാതെ ദേവാലയത്തിൽ വന്നവൻ ഇസ്രായേലിന്റെ പ്രഭുവായി മാറുവാൻ അവനെ വളർത്തിയത് ഈ ആത്മാവാ. दूध छुड़ाने के समय में ही उस बालक को जो है आलय में समर्पित करके वो बालक बढ़ता गया आत्मा में, और जो है सामर्थ्य रूप में परमेश्वर ने उसको उपयोग में लाए। യെശയ്യാവിനെയും യെരമ്യാവിനെയും വളർത്തിയത് ഈ ആത്മാവാ. यशायाह और यिर्मयाह भविष्यवक्ताओं को भी चलाने वाला यही आत्मा था। യെരമ്യാവിന്റെ ബാല്യപ്രായത്തിൽ ഈ ആത്മാവ് ദേഹത്തെ വേർതിരിച്ചു. यिर्मयाह के बालकावस्था में ही पवित्र आत्मा ने उसको अपने कार्य के लिए अलग कर दिया। യെശയ്യാവിന്റെ മധ്യപ്രായത്തിൽ യെശയ്യാവിനെ വേർതിരിച്ചു. यशायाह के मध्य आयु में ही इस आत्मा ने अपने कार्यों के लिए उसको अलग किया। എസക്കിയേലിന്റെയും ദാനിയേലിന്റെയും ചെറിയ പ്രായത്തിൽ അവരെ വേർതിരിച്ചു. यजेकिएल और दानियल के कम प्रायों में ही, बालक अवस्था में ही उनको अपने कार्य के लिए उपयोग में लाया। ദൈവമേ, നിങ്ങളുടെ ഈ പ്രായത്തിൽ ദൈവം നിങ്ങളെ വേർതിരിക്കട്ടെ. हे मेरे प्रियो, इसी समय ही परमेश्वर अपने कार्यों के लिए आपको जो है अलग करे। അവരെയൊക്കെ വളർത്തിയത് उन പരിശുദ്ധാത്മാവാ. सबको बढ़ाने वाला पवित्र आत्मा था। യോഗ്യമായവരെ വളർത്തി അയോഗ്യമായവരെ പൊളിച്ചു. योग्य रूप से जो जिनको बढ़ाना था उनको परमेश्वर ने बढ़ाया, अयोग्य रीति से उनको नष्ट किया। ശൗലിനെ എടുത്തത് മധ്യപ്രായത്തിലാ. शाऊल को मध्य आयु में चुना गया, പഴയ നിയമത്തിലെ ശൗൽ രാജാവാക്കി അദ്ദേഹത്തെ മാറ്റി. और पुराने नियम में शाऊल पहला राजा बना। പക്ഷെ പാത്രം വെടിപ്പില്ലാഞ്ഞതിനാൽ പാത്രം പൊളിഞ്ഞുപോയി. लेकिन शरीर जो है सुधरा नहीं था, इस कारण वो नष्ट हो गया। ദാവീദിനെ ചെറിയ പ്രായത്തിൽ തിരഞ്ഞെടുത്തു. दाऊद को उसकी छोटी उम्र में चुन लिया गया। തന്റെ ജീവിതത്തിൽ ബലഹീനത വന്നെങ്കിലും താൻ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് ക്രമീകരിക്കപ്പെട്ടതിനാൽ തന്നെ ആത്മാവ് വളർത്തി. लेकिन उसके शरीर में बलहीनता आने के बावजूद ने उसके ऊपर पश्चाताप करने के कारण परमेश्वर ने उसको मन बदलाया और उसको फिर सामर्थ्य बढ़ाया। ദൈവാത്മാവ് നമ്മെ വളർത്തട്ടെ. परमेश्वर की आत्मा हमें बढ़ाने पाए। എന്തിനു വേണ്ടി? क्यों? നമ്മിൽ ആത്മാവ് വസിക്കുവാൻ. ताकि हमारे भीतर आत्मा आए। അതുകൊണ്ടാണ് യേശു സ്വർഗ്ഗത്തിൽ പോയി പിതാവിനോട് പറഞ്ഞത്, इसलिए प्रभु यीशु मसीह स्वर्ग में जाके पिता से कहे, പിതാവേ, ഈ പഴയ നിയമസഭയെ അങ്ങ് കണ്ടാലും कि देखिए इस पुरानी सभा को, कलीसिया को आप देखिए। അവൻ ബദ്ധന്മാരെ വിടുവിച്ചുകൊണ്ട് ഉയരത്തിൽ പിതാവിന്റെ അടുക്കൽ കൊണ്ടവൻ അവിടെ കാഴ്ചവെച്ചു. वो बंदियों को छुड़ाकर ऊंचाई पर चढ़ा और परमेश्वर के सामने रखा। പിതാവേ, കറ ചുളുക്കം വാട്ടം മാലിന്യമില്ലാത്ത ഒരു മണവാട്ടി ഇതിനകത്തില്ല. कि देखिए पिता, बिना जो है दाग के झुर्रियों की एक कलीसिया, एक दुल्हन इसमें नहीं है। ഇതുപോലെ ഒരു മണവാട്ടിയാണ് എനിക്ക് വേണ്ടത്. लेकिन एक ऐसी कलीसिया, एक ऐसी दुल्हन को मैं मांगता हूँ। ആ മണവാട്ടിയെ ഭൂമിയിൽ രൂപീകരിക്കണമെങ്കിൽ और इस कलीसिया को इस संसार में जो है रूपांतरण करने के लिए ആത്മാവ് വന്നും പോയി നിന്നാൽ പോരാ, ആത്മാവ് അവിടെ വസിക്കണം. आत्मा को आना और जाना ये इससे काफी नहीं होगा। आत्मा को यहाँ पे रहना अनिवार्य है। ആകയാൽ എന്നേക്കും നമ്മോടുകൂടെ വസിക്കേണ്ടതിന് ആത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. इसलिए हमेशा के लिए आत्मा को यहाँ हमारे साथ रहने के लिए परमेश्वर ने विनती की पिता से। ആത്മാവ് ഇവിടെ എന്നെയും നിങ്ങളെയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. पवित्र आत्मा आज मुझे और आपको यहाँ तैयार कर रही है। ഓരോരുത്തരുടെ സമയം കഴിയുമ്പോൾ, हर एक व्यक्ति के समय बीतने के बाद, ഒരുങ്ങിയാലും അത് കംപ്ലീറ്റ് ആയാലും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ, अगर वो तैयार हुआ हो या ना हुआ हो, ദൈവം അവനവൻ അനുവദിച്ച സമയം കഴിഞ്ഞാൽ परमेश्वर के द्वारा नियमित समय के बाद നാം തിരശ്ശീലയുടെ അപ്പുറത്തേക്ക് മാറും. हम पर्दे के पीछे चले जाएंगे ശരീരം മണ്ണിൽ അടക്കപ്പെടും. और यह शरीर जो है मिट्टी में दफना दिया जाएगा। ഒരു ദിവസം കാഹളം ധ്വനിക്കും. लेकिन एक दिन नरसिंगा फूका जाएगा ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി और ഉയർക്കും. जो मसीह में मरे हैं वो जिलाए जाएंगे। ഇന്ന് നമ്മോടുകൂടെ വസിക്കുന്ന ആത്മാവ്, और आज जो हमारे साथ जो आत्मा है, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, हमारे
भीतर जो आत्मा है, ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങളെ ഒരുമിച്ച് ചേർക്കും. ये जो जिलाए गए शरीरों को एक साथ जोड़ देगी നാം ഒരുമിച്ച് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും. और हम तुरंत एक साथ स्वर्ग में उठा लिए जाएंगे. അതിന് തയ്യാറാക്കേണ്ടതിനാണ് ആത്മാവ് നമ്മോടുകൂടെ വസിക്കുന്നത്. और उसको बनाने के लिए आज पवित्र आत्मा हमारे साथ है. ലഭിക്കുന്ന അവസരം ഉപയോഗിക്കാം. और जो हमें अवसर लभ्य है उसका पूर्ण लाभ उठाएं. ദൈവമാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको मुझे आशीष നമുക്ക് करे. പ്രാർത്ഥിക്കാം. आइए प्रार्थना करें. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ തുടരും. आने वाले क्लास में हम दोबारा पवित्र आत्मा के कार्यों के बारे में കാര്യം सीखेंगे. സഭയിൽ എന്തെങ്കിലും ചെയ്യേണ്ടത് ഇന്ന് പ്രധാനമായും പരിശുദ്ധാത്മാവാ. क्योंकि कलीसिया में अगर कुछ कार्य को अंजाम देना है तो पवित्र आत्मा ही करेगी. പിതാവ് തന്റെ കാര്യം നിർവഹിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാ. क्योंकि पिता अपने कार्यों को पवित्र आत्मा के माध्यम से ही अंजाम देती है. യേശു നമ്മുടെ മേൽ തന്റെ കൃപ പകരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാ. प्रभु यीशु मसीह अपनी क्रियाओं को जो है पवित्र आत्मा के माध्यम से ही पूरा करती है. പ്രാർത്ഥിച്ച് ഇന്നത്തെ ഇടം നമുക്ക് അവസാനിപ്പിക്കാം. തുടർന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ചിന്തിക്കും. आइए प्रार्थना के साथ इस सेशन को यहाँ विराम दे. आने वाले सेशन में हम फिर आपसे मिलेंगे. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. मेरे पिता मेरे प्रभु एक और बार धन्यवाद के साथ हम അങ്ങയുടെ आपकी आराधना ആത്മാവിന്റെ करते വിവിധ हैं. വശങ്ങൾ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. आपके आत्मा की विभिन्न स्तरों को हम छूने पाए इसके लिए आपने कृपा दी, इसके लिए धन्यवाद. തുടർന്ന് ഞങ്ങളെ ചിലതെല്ലാം അഭ്യസിപ്പിക്കണേ. और आगे भी हमें इस प्रकार अभ्यास देते रहिए. മുഴുമഹത്വവും അങ്ങേക്ക്. सारी महिमा आपको. അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് ആശീർവദിക്കണം. आपके बच्चों को आप आशीषित करिए യേശുവിൻ നാമത്തിൽ തന്നെ. प्रभु यीशु मसीह के नाम से. ആമേൻ. आमीन आमीन.